സംസ്ഥാന സർക്കാരിന്റെ ഹൈക്കോടതിയിൽ സ്റ്റാൻഡ് പറയേണ്ട അഭിഭാഷകരെ പ്ലീഡർമാരെ നിയമിച്ച ഉത്തരവ് വന്നു. ഉത്തരവ് 4ാമത്തെ ഉത്തരവാണ്. ആ 4ാം ഉത്തരവ് 31 പേരെയാണ് നിയമിച്ചത്. ആ 31 പേരെന്ന് പറയുമ്പോൾ സീനിയർ പ്ലീഡർമാർ, സ്പെഷ്യൽ പ്ലീഡർമാർ അടങ്ങിയ 31 പേരാണ്. അതിൽ നേരത്തെ ABVPയുടെ നേതാവും ഇപ്പോൾ BJPയുടെ സജീവ പ്രവർത്തകനും RSSന്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷകനുമോടൊപ്പം കേസ് വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിയമിച്ചിരിക്കുകയാണ്. ശരത് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. 2004-2009 കാലഘട്ടത്തിൽ തൃശൂർ ലോ കോളേജിൽ ABVPയുടെ സജീവ പ്രവർത്തകനാണ്. അന്ന് തൃശൂർ ലോ കോളേജിൽ പഠിച്ച KSU നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരായി, UDFന്റെ സമുന്നതരായ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് KSUവിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വന്ന ആ കോളേജിൽ വന്നവർ ഇന്ന് മന്ത്രിസഭയിലുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ABVPയുടെ സജീവ പ്രവർത്തകനായ ഈ വ്യക്തിയെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിയമവകുപ്പിന്റെ ഭാഗമായുള്ള ഹൈക്കോടതിയിലെ ഗവൺമെന്റിന്റെ പ്ലീഡർമാരെ നിശ്ചയിക്കുന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയത്? വളരെ ഗൌരവമുള്ള വിഷയമാണ്.